നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അന്താരാഷ്ട്ര ബന്ധങ്ങൾ വ്യതിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ? കൂടുതൽ കൂടുതൽ സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാവശ്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണിത്. വിശ്വാസികളല്ലാത്തവരെ ദേവസ്വം ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇപ്പൊ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി, അത് ഏത് മതമായിക്കോട്ടെ, അവരവരെ വിശ്വാസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനം ഉണ്ടാവും, ദൈവഭയം ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ലാത്ത ദൈവത്തിന്റെ സ്വത്ത് തന്റെ സ്വത്താണെന്ന് കരുതി കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. അത് കൃത്യമാണ്. അവിശ്വാസികള് ദേവസ്വം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പരിണിത ഫലമാണ് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കി. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള മൻരേഖ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും PCC പ്രസിഡന്റ് ഇത് കഴിഞ്ഞ് പ്രഖ്യാപിക്കും.